പാലക്കാട് പെരിങ്ങോട്ടുകുറിശ്ശിയിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാർ മോഷ്ടാക്കൾ കവർന്നു. അരുവാൻമൂല സ്വദേശി വിമേഷിന്റെ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാറാണ് മോഷണം പോയത്. വീടിന്റെ ഗേറ്റും വാതിലും കുത്തി തുറന്ന നിലയിലാണ്. നിഖിൽ പ്രമേഷ് വിശദാംശങ്ങളുമായി. നിഖിൽ, എപ്പോഴാണ് മോഷണം ഉണ്ടായത്? സംഭവ സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ലേ? അനുജ, ഇന്ന് പുലർച്ചെ മോഷണം നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വീട്ടുമുറ്റത്ത് ഇവിടെ നിർത്തിയിട്ടിരുന്ന ബലെനോ കാറാണ്, മാരുതി ബലെനോ കാറാണ് മോഷണം പോയത്. മോഷ്ടാക്കൾ ഈ ഗേറ്റും അടപ്പം തന്നെ വാതിലും കുത്തി തുറന്നാണ് അകത്തേക്ക് കയറിയിട്ടുള്ളത്. കുറച്ച് പണവും നഷ്ടമായതായി പറയുന്നുണ്ട്. ഇപ്പോൾ വീട്ടുടമയും അടപ്പം തന്നെ അവരുടെ സഹോദരൻ നമ്മളോടൊപ്പം ഉണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുള്ളത്? കാറ് പോയി, അതേപോലെ തന്നെ കുറച്ച് നറുക്ക് കിട്ടിയ പൈസ ഉണ്ടായിരുന്നു. ആ പൈസയുണ്ട്. എത്ര രൂപ ഉണ്ടാവും? 12,000. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നില്ല അല്ലേ? അതായത് താങ്കൾ ജോലിക്ക് പോകുന്ന ആളാണ്? ജോലിക്ക് പോകുന്ന, അതെ ജോലിക്ക് പോകുന്ന ആളാണ്. ഞാൻ ഇവിടെ ഇല്ല, ചാലക്കുടിയിലാണ്. KSRTC-യിലാണ്. താങ്കൾ ഇവരുടെ സഹോദരനാണ്. നിങ്ങളാണ് ആദ്യം ഇവരെ അറിഞ്ഞത്? ഞാൻ ഇവിടുത്തെ അയൽവാസി എന്നെ വിളിച്ച് പറയുകയും ചെയ്തു. കാറ് ഇവിടെ ഉണ്ടോ, അത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഏർലി മോർണിംഗ് എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ 7 മണിയാവും അടുപ്പിച്ച് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഇവനെ കോൺടാക്ട് ചെയ്യാൻ, വിമേഷിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. സോ അത് KSRTC-യുടെ ഒരു റേഞ്ച് കുറവുള്ള സ്ഥലത്തായതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല. ഞാൻ അനിയൻ്റെ വൈഫിനെ വിളിച്ച് ഞാൻ ചോദിച്ചു, കാർ എവിടെയാണ് നിങ്ങൾ നിർത്തിയിരിക്കുന്നതെന്ന്. പാലക്കാടാണോ അതോ ഇവിടെയാണോ? അപ്പോൾ ഇവിടെയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇത് സംതിങ് ഹാപ്പൻഡ്. അപ്പോൾ ഉടൻ തന്നെ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വന്നു, ഞാനും കൂടെ വന്നു, പോലീസിൽ അത് റിപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ അവരുടെ ഫോഴ്സിൻ്റെ ഫിംഗർ പ്രിൻ്റ് എക്സ്പെർട്സ് എല്ലാം വന്ന് നോക്കി. സോ ദേ ആർ സെർച്ചിങ് CCTV എന്നാണ് പറയുന്നത്. കോട്ടായി പോലീസ് സംഭവ സ്ഥലത്തെത്തി. അവരിപ്പോൾ ഫിംഗർ പ്രിന്റ് വിദഗ്ധരെല്ലാം തന്നെ എത്തിയിരുന്നു. അവരുടെ പരിശോധനകളും മറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ നമുക്ക് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഒരു കാറ് അത് ഈ രാത്രിയിൽ ഏതാണ്ട് 10 മണിക്കും അതോടൊപ്പം തന്നെ പുലർച്ചയ്ക്കും ഇടയിലാണ് ഈ മോഷണം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന കാര്യം. എന്തായാലും പോലീസിന്റെ പരിശോധനകൾ തുടരുകയാണ്. CCTV ദൃശ്യങ്ങളടക്കം അവർ പരിശോധിക്കുന്നുണ്ട്. എപ്പോഴാണ് മോഷണം നടന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും പുലർച്ചെ ആയിരിക്കാമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും പരിശോധനകൾ പുരോഗമിക്കുകയാണ്. പുറത്ത് നിർത്തിയിട്ടിരുന്ന പുതിയ കാറും 2022 വാങ്ങിയിട്ടുള്ള കാറാണ്. അതോടൊപ്പം തന്നെ പണവും നഷ്ടമായി, 12,000-ഓളം രൂപയും നഷ്ടമായി എന്നുള്ളതാണ് വീട്ടു ഉടമസ്ഥർ വ്യക്തമാക്കുന്ന കാര്യം. അനുജ, പാലക്കാട് പെരിങ്ങോട്ടുകുറിശ്ശിയിലാണ് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബലേനോ കാർ മോഷ്ടാക്കൾ കവർന്നത്. ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായത്. പോലീസ് അന്വേഷണം തുടരുകയാണ്. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കുന്നു.